സാധാരണ IT ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ്, ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് ഉണ്ടാക്കുക, വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പേടിയായിട്ടുള്ള ഒരു കാര്യം. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്തമാറ്റിക്സ്, നല്ല കണക്കൊക്കെ നന്നായിട്ട് അറിയണം, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് പലരുടെയും വിചാരം. ഈവൻ IT പഠിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു സബ്ജക്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇവർ പുറത്തോട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയുന്ന ഒരാളാണോ, കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒരു ശതമാനം കാണാനൊക്കെ അറിയുന്ന ആളാണോ, എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത്. എന്നാൽ ഇത് പലരും പേടിച്ചിരിക്കുന്ന സംഭവമാണ്. ഈ ഒരു കാര്യം നമ്മൾ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 100K കോഡിംഗ് ചലഞ്ച് എന്നുള്ള സീരീസ് നമ്മുടെ പ്രോട്ടോടൈപ്പ് ചാനൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചാനൽ കണ്ടിട്ട് നമ്മൾ ഈ സീരീസ് കണ്ടിട്ട് കുറേ ആൾക്കാർ കോഡിംഗ് പഠിച്ചു, അങ്ങനെ കുറേ ആൾക്കാർ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് പേര് ഈ IT ഫീൽഡിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമിലെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് 7 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് 600-ലേറെ പേര് ഇപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ട്. 600 പേരിലെ ജോലി കിട്ടിയത് തന്നെ 400-ലേറെ ആൾക്കാർ നോൺ IT ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരാണ്. അതായത് 70% മുകളിലുള്ള ആൾക്കാരും നോൺ IT ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് നല്ല സാലറി പഠിച്ചു. അത് നല്ല സാലറി തന്നെ ഏകദേശം 5 lakh LPA. 5 lakh LPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ സാലറിയാണ് 5 lakh വരുന്നത്. അപ്പോൾ 5 lakh എന്ന് പറയുമ്പോൾ ഒരു മന്ത്ലി 40,000 രൂപയുടെ അടുത്തുള്ള അത്രയും ആവറേജ് സാലറിയിൽ ആൾക്കാർ പോയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ വേറെ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർക്കും ഈ IT ഫീൽഡ് സെറ്റ് ചെയ്യുക എന്നുള്ള ഈസി ആണെന്ന് നമ്മൾ പറയുക മാത്രമല്ല, നമ്മൾ ലാസ്റ്റ് 2-3 വർഷമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ വേറെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. ഒന്ന് ബാങ്ക് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, അതൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെയുള്ള ഫീൽഡുകളായിക്കോട്ടെ, ഇപ്പോൾ മൊബൈൽ സർവീസുകൾ, നെറ്റ്വർക്കിംഗ് പോലുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ, നഴ്സിംഗ് കോഴ്സുകൾ, ഇതൊക്കെ പഠിച്ചിട്ട് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 15,000, 20,000, 25,000 വളരെ കുറഞ്ഞ സാലറിയാണ്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ IT ഫീൽഡിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സാലറിയിലോട്ട് പോകും. 40-50 രൂപ തുടക്കത്തിൽ തന്നെ കിട്ടുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 year ആകുമ്പോഴത്തേന് ഡബിളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുക. അതായത് നേരെ 50-80 1 lakh മുകളിലേക്കൊക്കെ നമുക്ക് സാലറി കൊണ്ടുപോകാൻ പറ്റും. ഒരു 3 വർഷം കൊണ്ട് IT ഫീൽഡിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 lakh മുകളിൽ നിങ്ങൾക്ക് മന്ത്ലി സാലറി, 1 ലക്ഷത്തിന് മുകളിൽ മാസ സാലറി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. അതും ലിമിറ്റഡ് നമ്പറിനല്ല, 100 പേർക്കേ പറ്റുള്ളൂ, 1000 പേർക്കേ പറ്റുള്ളൂ, അങ്ങനെ ലിമിറ്റേഷനൊന്നുമില്ല. ഒരുപാട് IT കമ്പനികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇന്നത്തെ നമ്മുടെ നാട്ടിലെ എല്ലാ സംഭവങ്ങളും IT-യുമായിട്ട് കണക്ട് ചെയ്യല്ലേ. നമുക്കിപ്പോൾ വരുന്ന പുതിയ കാറുകളൊക്കെ നോക്കിയേ, ഇനി എല്ലാം ഡിജിറ്റൽ ഓൺലൈൻ കണക്റ്റഡ് ആണ്, ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ കാറ് ടാക്സി ബുക്ക് ചെയ്യുന്നതായിക്കോട്ടെ, തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ഡിജിറ്റലാണ്. എല്ലാ മൊബൈൽ ആപ്പുകളും എല്ലാം വെബ്സൈറ്റുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് കൂടെ ഉള്ളൂ. ഡിജിറ്റൽ ആവാതെ വേൾഡിന് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് നാട്ടിൽ നിന്നും ജോലി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ അമേരിക്കത്തെ ബാങ്കിലെ ഒരു ജോലിയാണ് വിചാരിക്കുക, അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നിന്നാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും IT ഫീൽഡിൽ. പക്ഷേ വേറൊരു ഫീൽഡ് ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചൊരു ആളാണ്, അയാൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഹോട്ടലിൽ തന്നെ പോകണം, അവിടെ വിസ റെഡി ആവണം, അവിടെ എത്തണം, അതിന് കുറേ പരിപാടികൾ എടുക്കണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ IT വർക്കുകളുടെ പ്രത്യേകതയാണ് എന്ത്, ഈ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള വർക്കുകൾ നമുക്ക് ഇന്ത്യയിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നിന്ന് ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനീസ് വരുന്നുണ്ട്. നമ്മുടെ ഇൻഫോ പാർക്ക് ആയിക്കോട്ടെ, ടെക്നോ പാർക്ക് ആയിക്കോട്ടെ, സൈബർ പാർക്ക് ആയിക്കോട്ടെ, അവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇതിന് പുറത്തും ഒരുപാട് IT കമ്പനീസുകളുണ്ട്, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ, പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അവസരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും വിദേശത്ത് പോലൊക്കെ അവസരങ്ങളിലാണ്. എന്തുകൊണ്ടാണ്? എല്ലാം IT-യിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IT ഫീൽഡിലെ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുന്ന ഒരു സമയമാണ്. ഇനി ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, പലർക്കുള്ള പേടി എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ്. അതായത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ ഡിപ്ലോമ എടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പേടികളുണ്ട്. അതിനാണ് ഞാൻ മറുപടിയായിട്ട് നിങ്ങളോട് പറഞ്ഞത്, 600 പേരിൽ 400-ലേറെ ആൾക്കാർ വേറെ ഫീൽഡിൽ നിന്ന് വന്നത്, ഈവൻ +2 സ്റ്റുഡൻസ് വരെ 1 ലക്ഷമൊക്കെ മാസ സാലറി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ മേടിക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് അല്ല ഇവിടുത്തെ കാര്യം. നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ചാനൽ പണ്ട് മുതലേ പറയുന്ന കാര്യമാണിത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട സർട്ടിഫിക്കറ്റ് അല്ല കാര്യം. നമുക്ക് സ്കില്ല് അളക്കും, അവർ ഇൻ്റർവ്യൂ നടത്തും, നമ്മുടെ സ്കില്ല് മെഷർ ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്ന സാലറി അവർ ഓഫർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ IT ഫീൽഡിൽ ജോലി കിട്ടാൻ കുറച്ച് MNC-കളുണ്ട്. MNC-കൾ മൾട്ടിനാഷണൽ കമ്പനീസിൽ കുറച്ച് ഡിഗ്രിയും മാർക്കൊക്കെ അവർ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും അവർ സെലക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് വെച്ചാൽ അവർ ട്രെയിനിങ് അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ ക്വാളിറ്റി അല്ലാത്ത, അതായത് സ്കൂൾ പോലും കോളേജിൽ പോലും മര്യാദയ്ക്ക് നല്ല സ്കോറിൽ പഠിക്കാത്ത കുട്ടികളെ കൊണ്ടുപോയി അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് സ്കില്ല് പഠിക്കുകയാണ്. സ്കില്ല് പഠിച്ചിട്ട് നമ്മളൊരു കമ്പനിക്ക് ചെല്ലുമ്പോൾ അവർക്ക് നേരെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീമിൻ്റെ അടുത്ത് കിട്ടും. അപ്പോൾ ടോട്ടലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഏത് ഫീൽഡിൽ വന്ന ആളായിക്കോട്ടെ, ഇനി IT ഫീൽഡിൽ തന്നെ പഠിച്ച ആളായിക്കോട്ടെ, ഇതുവരെ കോഡിങ് പഠിക്കാൻ പറ്റിയിട്ടില്ല, ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും കോഡിങ് പഠിക്കാനുള്ള അവസരം, എളുപ്പത്തിൽ പഠിക്കാനുള്ള പരിപാടികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ടീമിൽ ഓൾറെഡി നിങ്ങൾ കോൺടാക്ട് ചെയ്ത ആളൊന്ന് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടീമിനോട് സംസാരിക്കുക. അവർ പറഞ്ഞു ഈ സ്റ്റെപ്പ് ചെയ്യുക, ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്യുന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ട് പറ്റുകയാണ്, പോസിബിൾ ആണ്, കോഡിങ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. സോ ട്രൈ ചെയ്ത് നോക്കുക. പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസം 15 ദിവസങ്ങൾ ട്രൈ ചെയ്താൽ മതി. വേറെ ഏത് കോഴ്സാണ് നിങ്ങൾ 6 മാസമോ 1 ഇയറോ ഒക്കെ പഠിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അയ്യോ എൻ്റെ പൈസ പോയാലുണ്ട്, സമയം പോയാലോ എന്നൊക്കെ ചിന്തിക്കുക. ഇതൊരു 10 15 ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ കസിൻസിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ 10 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡിങ് പഠിക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റും. നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ഇത്ര രക്ഷപ്പെടാൻ പറ്റിയൊരു അവസരം ഉണ്ടായിട്ട് നഷ്ടപ്പെടുത്തണ്ട. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അയ്യോ ഇത് വലിയ റിഗ്രറ്റ് ആയി പോയാലും വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യുക, സമയം ഒരു 10 15 ദിവസം സ്പെൻഡ് ചെയ്യാൻ റെഡി ആവുക. നമ്മുടെ ടീം പറയുന്ന പോലെ ചെയ്ത് നോക്കുക. നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ട്രൈ ഔട്ട് ചെയ്യുക. IT നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യുക, നല്ല സാലറിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക.